ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. യുദ്ധകാന്ഡം. ഭൂമിയിൽ ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ കാര്യമാണ് ഹനുമാൻ ചെയ്തത്. ദേവാസുരന്മാർക്കും യക്ഷഗന്ധർവർക്കും സാധിക്കുന്ന പ്രവൃത്തിയല്ല ലങ്കാരാജ്യത്ത് എത്തപ്പെടുക എന്നത്. ഒരുപക്ഷെ അവിടെ എത്തിയാൽ തന്നെ ജീവനും കൊണ്ട് മടങ്ങുന്ന കാര്യം സങ്കല്പിക്കാനേ വയ്യ. ശ്രീരാമചന്ദ്ര സ്വാമിയോടുള്ള അവാച്യമായ ഭക്തി കൊണ്ടാണ് ഹനുമാൻ അത് സാധ്യമായത്. ദേവിയെ കണ്ടെത്തിയതോടെ ഹനുമാൻ സ്വന്തം അഭിമാനത്തെ നിലനിർത്തി. മാത്രമല്ല, സുഗ്രീവ രാജാവിന് സന്തോഷം നൽകുകയും ചെയ്തു. ഭാര്യാവിയോഗത്താൽ ദുഃഖിതനായിരുന്ന ശ്രീരാമചന്ദ്രനും അനുജൻ ലക്ഷ്മണനും അതിരുകവിഞ്ഞ ആനന്ദമാണ് നൽകിയത്. അതിൻ്റെ കൃതാർത്ഥത എന്നോണം തൻ്റെ എല്ലാം ദാനം ചെയ്യുന്ന രീതിയിൽ ശ്രീരാമചന്ദ്രൻ മഹാത്മാവായ ഹനുമാനെ ആലിംഗനം ചെയ്തു. സീതയെ കണ്ടെത്താൻ എന്തായാലും കഴിഞ്ഞു. എന്നാൽ സീതയെ വീണ്ടെടുക്കാൻ അതിദുർഘടമായ തടസ്സങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനം അപാരമായ മഹാസാഗരത്തെ തരണം ചെയ്യുക എന്നതാണ്. അതിനു മുൻപ് സമുദ്രത്തിൻ്റെ തെക്കേ കരയിൽ എത്തുകയും വേണം. സാഗര തരണത്തിന് എന്താണൊരു മാർഗം? ഈ ചിന്തകളാണ് ശ്രീരാമനെ വീണ്ടും ദുഃഖിതനാക്കിയത്. ഈ അവസരത്തിൽ വാനര രാജാവായ സുഗ്രീവൻ ശ്രീരാമനെ ആശ്വസിപ്പിച്ചു. ദുഃഖം അങ്ങിലെ ശൂരത്വം നശിപ്പിക്കും, സുഗ്രീവൻ ഉപദേശിച്ചു. ഈ സമയത്ത് ബുദ്ധി പ്രയോഗിക്കുകയാണ് വേണ്ടത്. ലങ്കാരാജ്യത്തെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശക്തി വാനരപ്പടയ്ക്കുണ്ടെന്ന് സുഗ്രീവൻ ശ്രീരാമനെ ഓർമ്മപ്പെടുത്തി. സുഗ്രീവൻ്റെ വാക്കുകൾക്ക് ശ്രീരാമൻ്റെ മനസ്സിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ദുഃഖഭാവം കളഞ്ഞ് തന്ത്രജ്ഞനെ പോലെ രാമൻ ലങ്കാനഗരിയെക്കുറിച്ച് വർണ്ണിക്കാൻ ഹനുമാനോട് ആവശ്യപ്പെട്ടു. ബുദ്ധിമാനായ ഹനുമാൻ യുദ്ധതന്ത്രജ്ഞൻ ആദ്യമായും ചെയ്യേണ്ടത് അതുതന്നെയാണല്ലോ എന്ന് പറഞ്ഞു. ശത്രുക്കളുടെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഹനുമാൻ ലങ്കയുടെ ശക്തിയും ദൗർബല്യങ്ങളും ഒന്നൊന്നായി ശ്രീരാമന് മനസ്സിലാക്കി കൊടുത്തു. എത്രത്തോളം ശക്തിയുള്ള ദുർഗങ്ങളാണ് ലങ്ക പരിരക്ഷിക്കപ്പെടുന്നത്? സൈന്യങ്ങളുടെ കാവലും ശക്തിയും എത്രയുണ്ട്? സാഗരത്തിലൂടെ എത്ര ദൂരം യാത്ര ചെയ്താലാണ് ലങ്കയിലെത്തുക? തുടങ്ങിയ വിവരങ്ങൾ വിശദമായി തന്നെ ഹനുമാൻ പറഞ്ഞുകൊടുത്തു. ഇതിനും പുറമെ രാവണനോട് രാക്ഷസന്മാർക്കുള്ള സ്നേഹബഹുമാനങ്ങളും ഹനുമാൻ വരച്ചുകാട്ടി. ദേവലോക തുല്യമായ ലങ്കാപുരിയുടെയും ത്രികുടപർവ്വതത്തിൻ്റെയും ശക്തി ദൗർബല്യങ്ങൾ ഹനുമാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നതാണല്ലോ. ഇക്കാര്യങ്ങൾ അറിയിച്ച ശേഷം ഹനുമാൻ ഇത്രയും കൂടി പറഞ്ഞു. ലങ്കയിലെ പ്രധാനപ്പെട്ട കിടങ്ങുകളും പാലങ്ങളും മതിലുകളും അടിയൻ സന്ദർശനത്തിനിടയിൽ നശിപ്പിച്ചു. ലങ്കയുടെ രക്ഷാസൈന്യങ്ങളിൽ 4/1 ഭാഗത്തിനെയും നശിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. ബാക്കിയുള്ളവരെ നിഗ്രഹിച്ച് ദേവിയെ ലങ്കയോടെ പൊക്കിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ 7 പേരെ അനുവദിച്ചാൽ മതി. യുവരാജാവ് അംഗദൻ, ജാംബവാൻ, സേനാപതി നീലൻ, നളൻ, പനസൻ, മൈന്ദൻ, ദ്വിവിധൻ എന്നിവർക്ക് അതിനുള്ള ശേഷിയുണ്ട്. ബാക്കി വാനര സൈന്യം അങ്ങയോടൊപ്പം ഇവിടെ നിന്നാൽ മതി. ഈ സമയത്ത് ശ്രീരാമൻ്റെ വലത്തെ കണ്ണ് തുടിച്ചു. ഏറ്റവും ഉത്തമമായ ശകുനം. സന്തോഷവാനായ ശ്രീരാമൻ യാത്ര പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. അന്ന് ഉത്രാടം നാൾ, ഏറ്റവും ഉത്തമമായ നാൾ. രാമൻ്റെ തീരുമാനത്തെ ലക്ഷ്മണ സുഗ്രീവന്മാർ സ്തുതിച്ചു. 100,000 വാനരന്മാരോടുകൂടി നീലൻ മുൻപേ നടന്ന വഴിയെല്ലാം പരിശോധിച്ചു.
യാത്രക്കിടയിലെ മലകളും ജലാശയങ്ങളും കുഴികളും പരിശോധിച്ച് അവർ മുമ്പേ നടന്നു. അസുരപ്പട മറഞ്ഞു നിന്ന് ആക്രമിക്കാൻ ഇടയാകരുതല്ലോ. കരടി രാജാവായ ജാംബവാൻ, സുഷേണൻ, പ്ലവകൻ എന്നിവർ പടയുടെ പിന്നിൽ എല്ലാവർക്കും രക്ഷയേകിക്കൊണ്ട് പിന്തുടർന്നു. യുദ്ധം ചെയ്യാനുള്ള ആർത്തി മൂലം വാനരന്മാർ ഉത്സാഹത്തോടു കൂടി യാത്ര ആരംഭിച്ചു. കോടിക്കണക്കിനുള്ള വാനരന്മാർ മദയാനകളെപ്പോലെ തെക്കേ തീരത്തേക്ക് പാഞ്ഞുപോയി. ഹനുമാൻ സിംഹനാദം മുഴക്കി വാനരന്മാർക്ക് ആവേശം നൽകി. ഇടയ്ക്ക് തേനും പഴങ്ങളും വേണ്ടുവോളം ഭക്ഷിച്ചു. കൂറ്റൻ മരങ്ങളെ പിഴുതെടുത്ത് ചിലർ കളിച്ചു രസിച്ചു. സുഗ്രീവൻ, ശ്രീരാമൻ, ലക്ഷ്മണൻ എന്നിവർ വാനരപ്പടയുടെ മധ്യത്തിലായി യാത്ര ചെയ്തു. മഹാവീരനായ ശതബലി 10 കോടി സൈന്യങ്ങളോടൊത്ത് കൂടെ തന്നെ ഉണ്ട്. അവരുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലങ്കയിലെത്തുക. അതിനാൽ വഴിയിൽ കണ്ട സുന്ദര ദൃശ്യങ്ങളോ പ്രലോഭനങ്ങളോ അവർ ശ്രദ്ധിച്ചതേയില്ല. ഹനുമാന്റെയും അംഗദന്റെയും ചുമലിലിരുന്നു കൊണ്ട് ശ്രീരാമ ലക്ഷ്മണന്മാർ സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭ വിതറി യാത്ര ചെയ്തു. യാത്രാമധ്യേ കണ്ട നല്ല നിമിത്തങ്ങൾ അവർക്ക് സന്തോഷം നൽകി. ശീതളവും സുഗന്ധവും പൂരിതവുമായ ഇളം കാറ്റ് പടയുടെ പിന്നിൽ നിന്നും വീശി. അതിന് ശുഭലക്ഷണമാണ്. 4 ദിക്കുകളും നിർമ്മലമായി തെളിഞ്ഞിരിക്കുന്നു. തേജസ്സോടെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ. ശുക്രനക്ഷത്രം തെളിഞ്ഞു നിന്നു. മാത്രമല്ല, ഇക്ഷ്വാകു വംശജരുടെ നക്ഷത്രമായ വിശാഖം ഒറ്റപ്പെട്ട് തെളിഞ്ഞു നിന്നു. രാക്ഷസരുടെ നക്ഷത്രമായ മൂലം ശോഭയറ്റ് ധൂമകേതുവോടുകൂടി കാണപ്പെട്ടു. ഇവയെല്ലാം കണ്ട് സന്തുഷ്ടരായി അവർ യാത്ര തുടർന്നു. നഖങ്ങളും പല്ലുകളും ആയുധമാക്കിയ കരടികൾ ജാംബവാനോടൊപ്പമുണ്ട്. ആയിരക്കണക്കിന് വരുന്ന ഇവർ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന പൊടിപടലങ്ങൾ പലപ്പോഴും ആകാശത്തെ മറിച്ചു. സൈന്യങ്ങൾ നദികൾ കടക്കുമ്പോൾ ചിറകെട്ടിയതുപോലെയായി. അതിൻ്റെ ഒഴുക്ക് താനെ പുറകോട്ടായി. കപികളുടെ അട്ടഹാസങ്ങൾ കേട്ട് നടുങ്ങിയ സിംഹം, കടുവ, പുലി തുടങ്ങിയ ഹിംസ്ര മൃഗങ്ങൾ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു. അങ്ങനെ വിവിധ തരത്തിലുള്ള മരങ്ങളാൽ പച്ചപ്പുതപ്പണിഞ്ഞ മഹേന്ദ്ര ശിഖരത്തിൽ ശ്രീരാമസ്വാമി എത്തിച്ചേർന്നു. വാനോളം ഉയരത്തിലുള്ള തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ട് ഇരിക്കുന്ന സാഗര തീരത്തെ കൊടും വനത്തിൽ അവരെത്തി. കിഷ്കിന്ധയിൽ വെച്ച് രാമനെ വേട്ടയാടിയ സമുദ്രതരണം എന്ന പ്രശ്നം വീണ്ടും അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ തുടങ്ങി. എന്ത് ഉപായത്താലാണ് ഇനി മറുകര എത്തുക? എന്തായാലും സൈന്യങ്ങൾ വിശ്രമിക്കട്ടെ എന്നവർ തീരുമാനിച്ചു. പിന്നീടവർ സമുദ്ര തരണത്തിനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ചു. അടുത്ത ഭാഗം വിഭീഷണ പ്രതിഷേധം. ഇതിനിടെ ലങ്കയിലെ സ്ഥിതികൾ സാധാരണ നിലയിലായിരുന്നില്ല. ഐശ്വര്യപൂർണമായ ലങ്കയെ വെണ്ണീറാക്കിയിട്ടാണ് ഹനുമാൻ മടങ്ങിയത്. രാവണന് ഇതിലേറെ നാണക്കേട് എങ്ങനെ ഉണ്ടാകാനാണ്? അതും നിസ്സാരനായ ഒരു കുരങ്ങാണ് ഈ കൃത്യം ചെയ്തത്. മാത്രവുമല്ല, സീതാദേവിയെ കണ്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു പോവുകയും ചെയ്തു. ലങ്കേശ്വരനായ രാവണൻ അപമാനഭാരം കൊണ്ടും ക്രോധം കൊണ്ടും മന്ത്രിമാരെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ധീരനായ രാവണനും അകാരണമായ ഒരു ഭയം എങ്ങനെയോ തോന്നി തുടങ്ങി. എന്തും സംഭവിക്കാം. അപാരമായ ഈ സാഗരത്തെ വറ്റിച്ച് രാമലക്ഷ്മണന്മാർ ലങ്കയിലെത്തിയെന്നിരിക്കും. പോരാത്തതിന് അവർക്ക് കൂട്ടിനായി വാനര സൈന്യവുമുണ്ട്. ഈ അവസരത്തിൽ ലങ്കയെ സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം ചെയ്യണമെന്ന് മന്ത്രി പ്രമുഖരോട് ആരാഞ്ഞു. രാവണനെ പുകഴ്ത്തി പ്രീതി പറ്റാനായി മന്ദന്മാരായ രാക്ഷസന്മാർ യുദ്ധത്തിന് തയ്യാറാവാൻ ഉപദേശിച്ചു. ശ്രീ പരമേശ്വരൻ്റെ ഭക്തനായ കുബേരനെ തോൽപ്പിച്ച് പുഷ്പക വിമാനം തട്ടിയെടുത്തവനാണ് അങ്ങ്. പാതാളത്തിലെ മഹാനാഗങ്ങളെ അങ്ങ് തോൽപ്പിച്ചിട്ടുണ്ട്. എന്തിനേറെ, ദേവന്മാരെ പോലും അനേക യുദ്ധങ്ങളിൽ അങ്ങ് പരാജയപ്പെടുത്തിയിട്ടുണ്ട്.
പോരാത്തതിന് യമദേവൻ പോലും അങ്ങയുടെ മുന്നിൽ വരാൻ ഭയപ്പെടുന്നു. പിന്നെയാണ് കേവലം പോന്ന രാമലക്ഷ്മണന്മാർ. അവരെയും കപികുലത്തെയും മുഴുവൻ നിഗ്രഹിക്കാൻ ഇന്ദ്രജിത്ത് മാത്രം മതിയല്ലോ. ഇങ്ങനെ പോയി ആ ഉപദേശം. സൈന്യാധിപനായ പ്രഹസ്തന് പറയാനുള്ളത് മറ്റൊന്നായിരുന്നു. ഹനുമാൻ ചതിച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടുന്ന് മടങ്ങിപ്പോയത്. ഹനുമാനെ എന്നല്ല, ഭൂലോകത്തുള്ള മുഴുവൻ കുരങ്ങന്മാരെയും നശിപ്പിക്കാൻ താൻ തന്നെ മതിയെന്ന് പ്രഹസ്തൻ ഊറ്റം കൊണ്ടു. ഈ സാധുവായ ഹനുമാനെക്കുറിച്ച് നമ്മൾ എന്തിനു ചിന്തിക്കുന്നു? നമുക്ക് വേണ്ടത് രാമലക്ഷ്മണന്മാരെയാണ്. അങ്ങ് ഒരു വാക്കു പറഞ്ഞാൽ മതി, ഞാൻ ഈ വാളുകൊണ്ട് അവരെ കുത്തി കീറും. ഇല്ലെങ്കിൽ മനുഷ്യവേഷത്തിൽ ഭരതൻ പറഞ്ഞയച്ചതാണെന്നും പറഞ്ഞ് നമ്മുടെ കുറേ രാക്ഷസ യോദ്ധാക്കളെ രാമൻ്റെ അടുത്തേക്ക് വിടുക. സഹായത്തിനെത്തിയ അയോധ്യ ഭടന്മാരാണെന്ന് കരുതി അവരെ രാമൻ്റെ കൂടെ താമസിപ്പിക്കും. പിന്നെ തക്കം പോലെ നമുക്ക് രാമൻ്റെ കഥ കഴിക്കാം. ഇത് കേട്ടയുടനെ പല രാക്ഷസ പ്രമുഖരും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. നികുംബൻ, സൂര്യശത്രു, സുപ്തകൻ, രഭസൻ, മഹാപാർശ്വൻ, മഹോദരൻ, വിരൂപാക്ഷൻ എന്നിവരും രാവണപുത്രനായ ഇന്ദ്രജിത്തും രാമലക്ഷ്മണ നിഗ്രഹത്തിന് തന്നെ അയക്കണം എന്നാവശ്യപ്പെട്ടു. ആയുധങ്ങളെടുത്ത് കോപാകുലരായി അവർ നിന്ന് വിറച്ചു. അപ്പോൾ മാത്രമാണ് ധർമ്മജ്ഞനും നീതിമാനുമായ വിഭീഷണൻ എഴുന്നേറ്റത്. കൈ തൊഴുതു നിന്നുകൊണ്ട് ജ്യേഷ്ഠനോട് ഈ സാഹസത്തിന് മുതിരരുതെന്ന് വിഭീഷണൻ ഉപദേശിച്ചു. ആരാലും ജയിക്കാൻ കഴിയാത്ത രാമനെ രാക്ഷസന്മാരെ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് വിഭീഷണൻ പറഞ്ഞു. കൊടുങ്കടൽ താണ്ടിയാണ് ഹനുമാൻ നിസ്സാരമായി ലങ്കയെ പീഡിപ്പിച്ചിട്ട് മടങ്ങിയത്. അതുകൊണ്ട് ശത്രു അശക്തനാണെന്ന് ഒരിക്കലും ചിന്തിച്ചുകൂടാ. രഘുരാമൻ്റെ പ്രിയ പത്നിയെ അപഹരിച്ചു എന്ന കൊടും തെറ്റ് ജ്യേഷ്ഠനായ രാവണൻ ചെയ്തിട്ടുണ്ടെന്നും ധർമ്മഭംഗം വരുത്തിയിട്ടുണ്ടെന്നും വിഭീഷണൻ ഓർമ്മപ്പെടുത്തി. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി സീതയെ രാമന് തിരിച്ചു നൽകുകയാണ് യുക്തമെന്നും ആ മഹാൻ ഉപദേശിച്ചു. ഇല്ലെങ്കിൽ രാമബാണങ്ങളാൽ ലങ്കാനഗരം മുഴുവൻ ചാമ്പലാകും. രാക്ഷസവംശം നശിക്കാതിരിക്കാൻ രാമൻ്റെ ധർമ്മപത്നിയെ എല്ലാവിധ ബഹുമതിയോടും കൂടി രാമപാദങ്ങളിൽ അർപ്പിക്കുന്നതാണ് ഉത്തമം. രാവണനാകട്ടെ അനുജൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ ആലോചനയ്ക്കായി അന്തഃപുരത്തിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ വിഭീഷണൻ രാവണൻ്റെ തീരുമാനമറിയാനായി അരമനയിലേക്ക് ചെന്നു. രാവണൻ്റെ തൊട്ടടുത്ത ഇരിപ്പിടത്തിലിരുന്ന് ഇപ്രകാരം പറഞ്ഞു: പ്രഭോ, സീതാദേവി എന്ന് ലങ്കയിലെത്തിയോ അന്നു മുതൽ ദുശകുനങ്ങൾ തുടങ്ങി. ഹോമാഗ്നി കത്തുന്നില്ല. നല്ല പശുക്കളുടെ അകിട് വറ്റിത്തുടങ്ങി. കുതിരകൾ ചീത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നു. മിക്ക ജീവികളും ആഹാരം കഴിക്കാതെ തൂങ്ങി നിൽക്കുകയാണ്. കാക്കകൾ കലപില ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ലങ്കയുടെ മുകളിൽ കഴുകന്മാർ എപ്പോഴും വട്ടമിട്ട് കളിക്കുന്നു. കുറുക്കന്മാർ ഓലിയിടുന്നു. അതുകൊണ്ട് നമുക്ക് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്. ദശരഥകുമാരന് സീതാദേവിയെ കൊടുക്കുന്നത് അങ്ങയ്ക്ക് ശ്രേയസ്കരമായിരിക്കും. മറിച്ചാണെങ്കിൽ അങ്ങയുടെ പ്രവൃത്തിക്കുള്ള ശിക്ഷ ഈ കുലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഇത് പറയേണ്ടത് എൻ്റെ ധർമ്മമാണ്. അങ്ങ് ആലോചിച്ച് തീർപ്പുണ്ടാക്കണം. എന്നാൽ ജ്യേഷ്ഠൻ്റെ നന്മയ്ക്കായി പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലമല്ല കിട്ടിയത്. രാവണൻ അരിശം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. പേടി കൊണ്ടാണ് വിഭീഷണൻ ഇങ്ങനെ പറഞ്ഞതെന്ന് രാവണൻ തെറ്റിദ്ധരിച്ചു. വിഭീഷണൻ ഉടൻ തന്നെ അരമന വിട്ട് പുറത്തു പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ രാവണൻ യുദ്ധകാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചപ്പോഴേക്കും തന്നെ കാര്യങ്ങൾ വളരെ വൈകിയിരുന്നു. ഇടിനാദം മുഴക്കുന്ന രഥത്തിൽ കയറി രാവണൻ സഭയിലേക്ക് എഴുന്നള്ളി. ചുറ്റും ആയുധധാരികളായ രാക്ഷസന്മാർ കാവലുണ്ടായിരുന്നു. തേരുകളും മദഗജങ്ങളും കുതിരകളും അകമ്പടിയുണ്ടായിരുന്നു. അനേകം പെരുമ്പറകളുടെ മുഴക്കം ഉയർന്നു പൊങ്ങി. രാജവീതിയിലൂടെ ലങ്കാധിപൻ്റെ തേര് തെന്നി നീങ്ങി. ജയ് വിളികൾ
കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട സഭാമണ്ഡപം രാവണനെ എതിരേൽക്കാനായി തയ്യാറായിരിക്കുകയാണ്. മണ്ഡപത്തിൻ്റെ മുന്നിൽ തേരിറങ്ങി രാവണൻ സഭയിലേക്ക് പ്രവേശിച്ചു. അതിസമർത്ഥരും വിദഗ്ധരുമായ മന്ത്രിമാരും പരാക്രമികളായ സേനാനായകരും ആ സഭയെ അലങ്കരിച്ചു. തേജസ്വിയായ വിഭീഷണൻ തൊട്ടു പിന്നാലെ സഭയിലെത്തി. എല്ലാവരും അവരവർക്ക് അർഹതയനുസരിച്ചുള്ള ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരായി. തൻ്റെ ഉഗ്രനേത്രങ്ങൾ കൊണ്ട് ലങ്കേശ്വരൻ സഭയാകെ പരിശോധിച്ചു. പ്രഹസ്തനെ വിളിച്ച് കാവൽ ശക്തമാക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. രാജസദസ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വയ്ക്കാനും പറഞ്ഞു. ക്ഷണത്തിൽ പ്രഹസ്തൻ സൈന്യത്തിന് ഉത്തരവും കൊടുത്തു. 6 മാസമായി ദീർഘനിദ്രയിലായിരുന്ന കുംഭകർണൻ ഉണർന്ന് സഭയിലെത്തിയിട്ടുണ്ട്. കുംഭകർണനെ അറിയിക്കാനായി നടന്ന സംഭവങ്ങൾ രാവണൻ സവിസ്തരം വർണ്ണിച്ചു. സീതയോടുള്ള അടങ്ങാത്ത പ്രണയം മൂലം തൻ്റെ ശരീരം തന്നെ മെലിഞ്ഞ് തേജസ് കെട്ടുപോയെന്നും പറഞ്ഞു. സീതയ്ക്ക് താൻ സമയപരിധി നൽകിയിരിക്കുകയാണെന്നും അതിനുള്ളിൽ അവൾ തന്നെ വരിച്ചില്ലെങ്കിൽ തൻ്റെ സ്ഥിതി അത്യധികം പരിതാപകരമാകുമെന്നും രാവണൻ വിശദീകരിച്ചു. രാമലക്ഷ്മണന്മാരും സുഗ്രീവനും വമ്പിച്ച സേനാ സന്നാഹത്തോടെ വൻകരയിലെത്തിയിരിക്കുകയാണ്. ഏത് സമയവും ആക്രമണം പ്രതീക്ഷിക്കാം. ഇത് കേട്ട് കുംഭകർണൻ രോഷമാണ് ഉണ്ടായത്. പിന്നെ എന്തുദ്ദേശിച്ചാണ് രാമൻ്റെ പക്കൽ നിന്നും സീതയെ മോഷ്ടിച്ചു കൊണ്ടുവന്നത് എന്നയാൾ ചോദിച്ചു. അന്നിതൊന്നും ആലോചിച്ചില്ലേ? സീതാപഹരണത്തിന് മുൻപ് തങ്ങളോട് ആലോചിച്ചിരുന്നോ എന്നും പരുഷമായി കുംഭകർണൻ ചോദിച്ചു. രാജാവിന് ചെയ്യേണ്ടതായ ചില കർത്തവ്യങ്ങളുണ്ട്. അത് വിട്ടു പെരുമാറിയാൽ സ്ഥിതി വളരെ മോശമാകും. ഹോമദ്രവ്യങ്ങൾക്ക് അശുദ്ധി ബാധിച്ചതുപോലെയാണ് അത്. എങ്കിലും രാജാവിനോടുള്ള ധർമ്മം എന്ന നിലയിൽ ശത്രുക്കളെ നേരിടാനും നിഗ്രഹിക്കാനും താൻ തയ്യാറാണെന്ന് കുംഭകർണൻ അറിയിച്ചു. ഇത് കേട്ടതും രാവണൻ്റെ മുഖം കുറെ കൂടി കോപകലുഷ്ഠിതമായി. അപ്പോഴാണ് മഹാപാർശ്വൻ മെല്ലെ എഴുന്നേറ്റ് സീതയെ ബലാൽ പ്രാപിക്കണമെന്ന് ഉപദേശിച്ചത്. ആദ്യം ആഗ്രഹസിദ്ധി നടക്കട്ടെ, അതിനുശേഷം ശത്രുക്കളെ നേരിടാം എന്നായിരുന്നു മഹാപാർശ്വൻ്റെ പക്ഷം. ഈ അഭിപ്രായം രാവണനെ സന്തോഷിപ്പിച്ചെങ്കിലും മറ്റൊരു കാര്യം അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ആ വിവരം മഹാപാർശ്വനോട് തുറന്നു പറയുകയും ചെയ്തു. വളരെ വർഷങ്ങൾക്ക് മുൻപ് തീപ്പന്തം പോലെ ജ്വലിച്ചു നിന്നിരുന്ന അതീവ സുന്ദരിയായ പുഞ്ചികസ്ഥലയെ ഒരു ദിവസം കണ്ടു. എന്നെ കണ്ടതും അവൾ ബ്രഹ്മാലയത്തിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവളെ ഞാൻ ബലാൽ ആലിംഗനം ചെയ്തു. അവൾ പോയി ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. ഞാൻ ബലാത്കാരം ചെയ്യാൻ മുതിർന്നത് അറിഞ്ഞ ഭഗവാൻ പരസ്ത്രീയെ ബലമായി സ്പർശിച്ചാൽ നിന്റെ ശിരസ് 100 പിളരുമെന്ന് ശപിച്ചു. ആ ശാപത്തെ ഓർത്ത് ഭയന്നിട്ടാണ് സീതയെ സ്പർശിക്കാത്തതു തന്നെ. ഈ സംവാദങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്ന വിഭീഷണൻ യുദ്ധത്തിൽ നിന്ന് രാവണനെ പിന്തിരിപ്പിക്കാനുള്ള തൻ്റെ ശ്രമം തുടർന്നു. ധർമ്മത്തെ മാത്രം ജീവിത ലക്ഷ്യമായി കരുതുന്ന ശക്തനായ രാമൻ പോരിനിറങ്ങിയാൽ ദേവന്മാർ കൂടി പരാജിതരാകും. രഘുപതിയുടെ അമ്പുകൾക്ക് മുന്നിൽ ത്രിലോകാധിപനായ രാവണനോ തൃശ്ശിരസോ കുംഭകർണനോ നികുംഭനോ ദേവേന്ദ്രനെ തോൽപ്പിച്ച മേഘനാഥനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആലോചിക്കാതെ എന്തും ചെയ്യാൻ ചക്രവർത്തിയെ ഉപദേശിക്കുന്ന രാക്ഷസാനുചരന്മാർ മിത്രങ്ങളല്ല, ശത്രുക്കളാണ്. ഈ കുലം തന്നെ നശിപ്പിക്കുന്ന സേവ മാത്രമാണത്. ഒരു പാരവാരം പോലെ ശക്തമായ രഘുവംശത്തിൻ്റെ മുന്നിലാണ് ചക്രവർത്തി പതിച്ചിരിക്കുന്നത്. രാക്ഷസന്മാരെല്ലാവരും കൂടി അദ്ദേഹത്തെ രക്ഷിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ പല കാര്യങ്ങളും വിഭീഷണൻ സഭയിൽ തുറന്നു പറഞ്ഞു. വീരനായ ഇന്ദ്രജിത്ത് ഇത് കേട്ട് കലി വന്നു. അച്ഛൻ്റെ അനുജൻ ഭയചകിതനായി അതും ഇതും പുലമ്പുകയാണെന്ന് ആ കുമാരൻ പറഞ്ഞു.
വീര്യവും ശക്തിയും തേജസ്സും പരാക്രമവുമില്ലാത്തതായി രാക്ഷസകുലത്തിൽ ഒരുവനേ ഉള്ളൂ. അത് തൻ്റെ ചെറിയച്ഛനായ വിഭീഷണനാണെന്ന് ഇന്ദ്രജിത്ത് പറഞ്ഞു. ദേവസമൂഹത്തിൻ്റെ അഹങ്കാരമില്ലാതാക്കിയവനാണ് ഞാൻ. ഐരാവതത്തിൻ്റെ കൊമ്പ് പറിച്ചെടുത്ത് ദേവന്മാരെ ഓടിച്ചത് മറന്നുപോയോ? ഇങ്ങനെ ഇന്ദ്രജിത്ത് വിഭീഷണനെ കളിയാക്കി വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും അത് മുഴുവനും ശാന്തമായി കേട്ട ശേഷം വിഭീഷണൻ വീണ്ടും രാവണനെ ഉപദേശിച്ചു. കുലത്തിൻ്റെ നന്മയെ ഓർത്തെങ്കിലും സീതാദേവിയെ തിരിച്ചു നൽകണം എന്ന് ഏറ്റവും വിനീതനായി അഭ്യർത്ഥിച്ചു. എന്നാൽ കലി ബാധിച്ച ലങ്കേശ്വരൻ ഈ ഉപദേശത്തോട് പ്രതികരിച്ചത് മറ്റൊരു തരത്തിലാണ്. എത്ര വിഷമുള്ള സർപ്പത്തോടൊപ്പവും എത്ര ദിവസം വേണമെങ്കിലും കഴിയാം, എന്നാൽ മിത്രമായി നടക്കുന്ന ശത്രു സ്നേഹിയോടൊന്നിച്ച് താമസിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ദുഃഖം വരുമ്പോൾ മിത്രമായി എത്തുന്നത് യഥാർത്ഥത്തിൽ സന്തോഷമാണ്. ഹൃദയം തുറന്ന് കാട്ടാത്തവർ ആപത്തിൽ കൂടെ നിൽക്കുകയില്ല. ലോകത്തിലെ മുഴുവൻ ഐശ്വര്യവുമായി ഞാൻ നാടുവാഴുന്നത് കാണുമ്പോഴുള്ള അസൂയയാണ് നിന്നെ ശത്രുവാക്കിയത്. മഴ എത്ര പെയ്താലും ഭൂമിയിൽ ജലം കെട്ടി നിൽക്കുകയില്ല. ജലാംശം പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. അതുപോലെയാണ് നിന്റെ സ്നേഹവും. മറ്റാരെങ്കിലുമായിരുന്നു എൻ്റെ മുന്നിലിരുന്ന് ഇത് പറഞ്ഞത് എങ്കിൽ പൊടി പോലും ശേഷിക്കുമായിരുന്നില്ല. നീ എൻ്റെ അനുജനായി പോയില്ലേ? രാവണൻ്റെ പരുഷമായ വാക്കുകൾ താങ്ങാൻ വിഭീഷണന് കഴിഞ്ഞില്ല. ശാന്തത കൈവിട്ട അദ്ദേഹം 4 അനുചരന്മാരോടൊപ്പം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു. അങ്ങ് ജ്യേഷ്ഠനാണ്, സമ്മതിച്ചു. പിതാവിൻ്റെ സ്ഥാനമാണ് ജ്യേഷ്ഠന്. പക്ഷേ അങ്ങ് ധർമ്മിഷ്ഠനല്ല. നന്മയെ ലാക്കാക്കി ഞാൻ പറഞ്ഞ വാക്കുകൾ കഥയില്ലാത്തതാണെന്ന് അങ്ങ് ധരിച്ചു. എപ്പോഴും പ്രിയമുള്ള വാക്കുകൾ പറയുന്നവരെയാണ് അങ്ങേക്കിഷ്ടം. അപ്രിയ സത്യങ്ങൾ പറഞ്ഞാൽ അത് ചെവിക്കൊള്ളുകയുമില്ല. ഈ രാജ്യത്തെ രക്ഷിക്കാൻ എങ്ങനെയെങ്കിലും സാധിക്കുമെങ്കിൽ അത് ചെയ്യൂ. വിനാശകാലത്ത് മിത്രങ്ങളുടെ വാക്ക് കേൾക്കാൻ ആരും തയ്യാറാവുകയില്ലല്ലോ. എന്തായാലും അങ്ങേക്ക് നന്മ വരട്ടെ. ഞാനിതാ പോകുന്നു. വിഭീഷണൻ പിന്നീടവിടെ നിന്നില്ല. രാമലക്ഷ്മണന്മാർ നിൽക്കുന്ന പുണ്യദേശത്തേക്ക് തിരിച്ചു. അടുത്ത ഭാഗം വിഭീഷണാഭിഷേകം. ശ്രീരാമലക്ഷ്മണന്മാരുടെ സമീപത്തിരുന്നിരുന്ന വാനരന്മാർ ദൂരെ നിന്നു തന്നെ ആ രാക്ഷസന്റെ വരവ് കണ്ടു. 4 സഹായികൾ സർവ്വ ആയുധങ്ങളും അണിഞ്ഞ് കൂടെയുണ്ട്. ആയുധങ്ങളും ദിവ്യാഭരണങ്ങളും അണിഞ്ഞ വിഭീഷണൻ ഇന്ദ്രതേജസ്സോടുകൂടി അടുത്തടുത്ത് വന്നു. കപിരാജനായ സുഗ്രീവനും ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഹനുമാൻ തുടങ്ങിയ കവിപ്രമുഖരോട് ആ മഹാനുഭാവൻ ഇങ്ങനെ പറഞ്ഞു. സർവ ആയുധങ്ങളോടെ രാക്ഷസന്മാർ വരുന്നുണ്ട്. അവർ നമ്മളെ നശിപ്പിക്കാനാവും വരുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ അവർ ആയുധധാരികളായി. എന്നാൽ ആകാശത്ത് നിന്ന് വിഭീഷണൻ താൻ ദുഷ്ടനായ രാവണ ചക്രവർത്തിയുടെ അനുജനാണെന്നും തൻ്റെ ജ്യേഷ്ഠൻ സീതയെ അപഹരിച്ച് രാക്ഷസ സ്ത്രീകളുടെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും സീതയെ ശ്രീരാമചന്ദ്രന് തിരികെ നൽകാൻ താൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടെന്നും വെളിവാക്കി. രാവണൻ തന്നെ അപമാനിക്കയാൽ കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ ശരണാർത്ഥിയായി എത്തിയതാണെന്നും വിഭീഷണൻ അറിയിച്ചു. അതിനാൽ ശ്രീരാമപ്രഭുവിനോട് ഇങ്ങനെ പറയുവാൻ ആ രാക്ഷസേശ്വരൻ അഭ്യർത്ഥിച്ചു. ലങ്കാധിപതിയുടെ അനുജനായ വിഭീഷണൻ ശരണമപേക്ഷിച്ച് കൊണ്ടെത്തിയിട്ടുണ്ട്. ഇതു കേൾക്കെ സുഗ്രീവൻ ശ്രീരാമൻ്റെ മുന്നിലെത്തി സംഭ്രമത്തോടെ പറഞ്ഞു. രാവണൻ്റെ അനുജൻ വിഭീഷണൻ അനുചരന്മാരുമായി ശരണമപേക്ഷിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ അവരെ വിശ്വസിച്ചുകൂടാ. അവർ രാക്ഷസ ചക്രവർത്തിയുടെ ചാരന്മാരാകാൻ വഴിയുണ്ട്. സ്വതവേ രാക്ഷസരായ അവർ നമ്മൾക്ക് ദോഷം ചെയ്യാൻ മടിക്കുകയില്ല. ഗൂഢമായി ശത്രുപാളയത്തിലെത്തി ചതി ചെയ്യാനാണ് അവർ എത്തിയിട്ടുള്ളത്. അവരെ ഉടനെ നിഗ്രഹിക്കണം. ശ്രീരാമചന്ദ്രൻ കവിപ്രമുഖരോട് അവരുടെ അഭിപ്രായം ആരാഞ്ഞു.
ഹനുമാൻ ഒഴിച്ച് മറ്റെല്ലാവരും ഈ രാക്ഷസന്മാർ ദുഷ്ടബുദ്ധിയോടുകൂടി എത്തിയവരാണ് എന്ന അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. ഹനുമാന്റെ അഭിപ്രായം ഇതായിരുന്നു: വിഭീഷണന്റെ വാക്കുകളിൽ അല്പം പോലും ചതിവ് കാണുന്നില്ല. സന്തോഷം കൊണ്ട് തേജസ്സുറ്റതാണ് ആ മുഖം. അതിനാൽ വിഭീഷണനിൽ സംശയിക്കപ്പെടേണ്ടതായി ഒന്നുമില്ലെന്നാണ് എൻ്റെ മതം. അങ്ങയുടെ കരുത്തും രാവണന്റെ പാഴ്വേലകളും കണ്ട് ബുദ്ധിപൂർവമായ തീരുമാനമെടുത്തതാണ് വിഭീഷണൻ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങ് അതിബുദ്ധിമാനും ലോകരഹസ്യങ്ങൾ അറിവുള്ളവനുമാണ്. വേണ്ടത് തീർച്ചപ്പെടുത്തുക. ശ്രീരാമചന്ദ്രൻ ഈ വാക്കുകൾ കേട്ട് പ്രസന്നവദനനായി. പിന്നീട് ശരണം കാംക്ഷിച്ച് വന്നിരിക്കുന്ന രാക്ഷസന്മാരെക്കുറിച്ച് തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചു. ആശ്രിതനായ മിത്രമെന്ന ഭാവത്തിൽ വന്നിരിക്കുന്നവർ ശത്രുവാണെങ്കിൽ കൂടി അവരെ ഉപേക്ഷിക്കുവാൻ തൻ്റെ ധർമ്മബോധം അനുവദിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തിരിഞ്ഞ് ലക്ഷ്മണനോടായി പറഞ്ഞു: കുമാര, ചിലപ്പോൾ സ്വന്തം കുടുംബക്കാർ കാലക്കേടിൽപ്പെട്ടവരെ ആക്രമിച്ചു എന്നും വരും. ഏതാണ്ട് അങ്ങനെയൊരു ചുറ്റുപാടിൽ നിന്നാണ് വിഭീഷണൻ വന്നിരിക്കുന്നത്. മാത്രമല്ല, സ്വന്തം രാജ്യത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്നവനുമാണ്. ഭയം മൂലമാണ് വിഭീഷണൻ്റെ ശബ്ദം ഇത്രമേൽ ഉയർന്നു കേട്ടത്. അതുകൊണ്ട് അവൻ കലഹത്തിന് വന്നതല്ല. ദുഃഖിതനെയും അന്യനിൽ അഭയം തേടിയവനെയും പ്രാണൻ ഉപേക്ഷിച്ചും രക്ഷിക്കണം. അല്ലെങ്കിൽ രക്ഷ നൽകാത്തവൻ്റെ സകല പുണ്യങ്ങളും ശരണാഗതന് ലഭിച്ച് അവൻ സ്വർഗലോകത്തെത്തും. ശ്രീരാമനിൽ നിന്ന് അഭയം ലഭിച്ചതോടെ വിഭീഷണനും രാക്ഷസന്മാരും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. രാമൻ്റെ കാൽക്കൽ സാഷ്ടാംഗ പ്രണാമം നടത്തി. താൻ ലങ്കാരാജ്യത്തെയും ബന്ധുമിത്രാദികളെയും കളഞ്ഞ് അഭയാർത്ഥിയായി എത്തിയിരിക്കുകയാണെന്ന് ഉണർത്തിച്ചു. രാമൻ വിഭീഷണനെ സാന്ത്വനിപ്പിച്ചു. പിന്നീട് രാവണൻ്റെ കരുത്തും ദൗർബല്യവും എന്താണ് എന്ന് ചോദിച്ചു. ഗന്ധർവന്മാർക്കോ രക്ഷസുകൾക്കോ നാഗങ്ങൾക്കോ രാവണനെ നശിപ്പിക്കാൻ കഴിയുകയില്ല. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരം അതാണ് എന്ന് വിഭീഷണൻ പറഞ്ഞു. യുദ്ധത്തിൽ ഇന്ദ്രതുല്യനാണ് രാവണൻ്റെ അനുജനും എൻ്റെ ജ്യേഷ്ഠനുമായ കുംഭകർണൻ. കൈലാസത്തിലെ മണിഭദ്രനെ തോൽപ്പിച്ച് പ്രഹസ്തനാണ് സേനാപതി. യുദ്ധതന്ത്രത്തിൽ ഇവരെക്കാളും മികച്ചവൻ രാവണപുത്രനായ ഇന്ദ്രജിത്താണ്. തകർക്കാനാവാത്ത പോർച്ചട്ടയണിഞ്ഞ് വില്ലും കുലച്ചു നിൽക്കുന്ന ഇന്ദ്രജിത്തിന് പെട്ടെന്ന് പ്രത്യക്ഷനാകാനും അപ്രത്യക്ഷനാകാനും കഴിയും. യുദ്ധക്കളത്തിൽ വെച്ച് അഗ്നിയെ പ്രസാദിപ്പിച്ച് മറഞ്ഞു നിന്ന് ശരവർഷം നടത്താൻ കെൽപ്പുണ്ടവന്. 10,000 കോടി രാക്ഷസർ ലങ്കയിലുണ്ട്. അവരോടൊത്ത് യുദ്ധം ചെയ്താണ് രാവണൻ ദേവന്മാരെ കീഴ്പ്പെടുത്തിയത്. വിഭീഷണൻ്റെ ഈ വാക്കുകൾ കേട്ട് ശ്രീരാമചന്ദ്രൻ സന്തുഷ്ടനായി. രാവണൻ്റെ ശക്തിയെക്കുറിച്ച് വസ്തുനിഷ്ഠമായി ആമുഖം നൽകിയ വിഭീഷണനോട് ആ മഹാത്മാവ് പറഞ്ഞു: ഇവയെല്ലാം എനിക്കും അറിവുള്ള കാര്യങ്ങളാണ്. എൻ്റെ അടുത്ത് അഭയത്തിനായി വന്നിരിക്കുന്ന അങ്ങയെ ലങ്കയിലെ രാജാവായി വാഴിക്കുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. പാതാളത്തിലോ സമുദ്രാന്തർഭാഗത്തോ ബ്രഹ്മദേവൻ്റെ അടുത്തോ എവിടെ പോയി ഒളിച്ചിരുന്നാലും രാവണനെ ബന്ധുമിത്രങ്ങളോടൊപ്പം നിഗ്രഹിച്ചല്ലാതെ ഞാൻ അയോധ്യയിലേക്ക് മടങ്ങുകയില്ല. ഇത് കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ആ രാക്ഷസേശ്വരൻ അല്പനേരം മിണ്ടാതെ നിന്നു. ലങ്കാരാജ്യ വിജയത്തിനും രാക്ഷസവധത്തിനും വേണ്ട സഹായങ്ങൾ തന്നാലാവുന്ന വിധം നൽകാമെന്ന് ആ മഹാത്മാവ് ശ്രീരാമചന്ദ്രന് വാക്കു നൽകി. തുടർന്ന് രാമചന്ദ്രൻ്റെ നിർദ്ദേശാനുസരണം ലക്ഷ്മണൻ സാഗരജലം കൊണ്ടുവന്നു. വാനരപ്രമുഖരുടെ മുന്നിൽ വെച്ച് വിഭീഷണനെ ജലതർപ്പണം ചെയ്ത് ലങ്കാധിപതിയായി ശ്രീരാമചന്ദ്രൻ അഭിഷേകം ചെയ്തു. ദശരഥനന്ദനൻ്റെ കാരുണ്യത്തോടുള്ള ഈ പ്രവൃത്തി അനുഭവിച്ചതോടെ വിഭീഷണന് അദ്ദേഹത്തിലുള്ള ഭയഭക്തി ബഹുമാനങ്ങൾക്ക് അതിരില്ലാതായിത്തീർന്നു. ഇക്ഷ്വാകു വംശജനായ സഗര മഹാരാജാവാണ് ഈ മഹാസമുദ്രത്തെ കുഴിപ്പിച്ചത്. അങ്ങ് ബന്ധുവായ സാഗരനോട് സഹായം അഭ്യർത്ഥിച്ചാൽ തീർച്ചയായും ലങ്കയിലെത്താനുള്ള മാർഗം നമുക്കുണ്ടാക്കാൻ കഴിയും. വിഭീഷണൻ്റെ ഈ ഉപദേശങ്ങളോട് എല്ലാവരും യോജിച്ചു.
ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗമായ ശുഗദൂത് അടുത്ത ദിവസം വായിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക. താങ്ക് യു.